ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എൻ്റെ ഈ വീഡിയോ വരുന്നത്. ഇപ്പോൾ ഓണത്തിനുള്ള ഡെക്കറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇട്ടത് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ അത്രയും കാര്യമായിട്ടൊന്നും ഈ വർഷം ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ തൃശ്ശൂർ പോവുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഓണം ആകുമ്പോൾ എന്തായാലും ഒരു വൈബ് വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ എന്തായാലും ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വർഷം ഇതൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ അന്ന് കണ്ടതാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടാൽ അറിയാം കേട്ടോ. ഇങ്ങനത്തെ ഇതുകളെല്ലാം ഞാൻ ബ്രോഡ്വേ പോയിട്ടാണ് മേടിച്ചത്. അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. ബാക്കി വീടിൻ്റെ ഡെക്കറേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കാണിക്കാവേ. പിന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി ഓണം പർച്ചേസിങ് വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ളത്. ഓണത്തിന് സത്യം പറഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ ഒന്നും വാവച്ചി ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ എനിക്കതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പം കുറച്ച് ബെഡ്ഷീറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബാഗിൻ്റെ. ഒന്ന് ഞാൻ ഹന്നയ്ക്ക് ഓണത്തിന് പ്രസൻറ്റ് ചെയ്തതാണ്. ഇതൊരെണ്ണം. ഇത് ഞാൻ എനിക്ക് തന്നെ മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയ പേഴ്സും നമുക്ക് ഗ്ലാസ് വെക്കാനുള്ള ഗ്ലാസ് പൗച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഓണത്തിന് കാര്യമായിട്ട് പർച്ചേസ് ചെയ്തത്. പിന്നെ ഡ്രസ്സ് നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന പോലെ തയ്ക്കാൻ കൊടുത്തു. പിന്നെ എല്ലാ ഓണത്തിനും ഇങ്ങനെ മേടിച്ച് നമുക്ക് സെറ്റും മുണ്ടും സാരീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സാരി ഒന്നും മേടിച്ചില്ല കേട്ടോ. സാരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് മതി എന്നും പറഞ്ഞ് ഞാനൊരു സൽവാറായിട്ടാണ് കൊടുത്തത്. ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ ഉടുക്കുന്നതാണ്. കാരണം ഇതൊക്കെ എനിക്ക് മോൻ്റെ പ്രായമുള്ള സെറ്റുമുണ്ട്. അതൊക്കെ മോൻ ഒരു വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും വല്ല വിഷുവിൻ്റെ അന്നോ അങ്ങനെയൊക്കെയാണ് വീട്ടിലിങ്ങനെ സെറ്റും മുണ്ട് കൊടുക്കും. അത് വീടിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനന്ന് പോയിട്ട് മേടിച്ച ബെഡ്ഷീറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പർച്ചേസിങ് വീഡിയോ ചോദിച്ചവർക്കാണേ. അപ്പം ഇതിവിടെ നമ്മുടെ കോട്ടൺ ഫാബ് ഉണ്ടായിരുന്നല്ലോ, കോട്ടൺ ഫാബിൽ പോയിട്ട് ഞാൻ മേടിച്ചതാണ്. അന്ന് ആദ്യത്തെ ദിവസം ഞാൻ കോട്ടൺ ഫാബിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്നും കൂടി പോയി. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റ് മേടിക്കാനായിട്ട് അതും അന്ന് മേടിച്ചു. അത് കൊണ്ടുവന്ന് ഞാൻ വാഷ് ചെയ്ത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ക്വാളിറ്റി കേട്ടോ. ഇത് കണ്ടോ, ഇതാണ്. ഇതിൻ്റെ കളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കോട്ടനാണ്, നല്ല കട്ടിയുള്ള കോട്ടനാണ്. കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം തന്നെ ഒന്നുകൂടി വാഷ് ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് 2 ദിവസം ഒരു അവളുടെ കൂടെ പോയപ്പോൾ മേടിച്ചതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എന്താണ് പറയുക, ഇത് അവസാനിക്കുക ഒരു 16th 17th ആട്ട ടൈമിൽ എന്തോ ഇത് ക്ലോസ് ചെയ്യുമായിരുന്നു. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഓടി പടച്ച് പോയി മേടിച്ചതാണ്. ഇതേ ഇതിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ വേറൊരു ഷെയ്ഡ്. ഇത് കണ്ടോ, ശരിക്കും ഓണത്തിന് നമുക്ക് വിരിക്കാൻ പറ്റിയ ടൈപ്പ് ബെഡ്ഷീറ്റ്സാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1500 ആണ്. പക്ഷേ 1500-ന് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അതിനുള്ളതുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു വേറെ 3 ബെഡ്ഷീറ്റ്സ്. ഇത് 1600 ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഒരെണ്ണം ഹന്നയുടെ റൂമിലേക്കാണ്. ബ്ലൂ കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വിരിച്ചാലേ ഇതിൻ്റെ ഭംഗി കാണുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റ്സാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബെഡ്ഷീറ്റ് പർച്ചേസിങ് ഒക്കെ കോട്ടൺ ഫാബിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം വൈറ്റിൽ ഷെയ്ഡ് വരുന്ന ടൈപ്പാട്ടോ. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് വിടർത്താവേ. നല്ല ഭംഗിയില്ലേ? ഭയങ്കര ഇഷ്ടമായി ഇത്. അങ്ങനെ ഓടിപ്പോയിട്ട് ഞാൻ മേടിച്ചതാണ്. ഈ ബെഡ്ഷീറ്റ്സിന് ഞാൻ ഇപ്പോൾ വിടർത്തി കാണിക്കുന്ന ബെഡ്ഷീറ്റ്സിനൊക്കെ 1600 ആയിരുന്നു കേട്ടോ റേഞ്ച് ഉണ്ടായിരുന്നത്. പക്ഷേ
നല്ല ഞാൻ എൻ്റെ ആ കോട്ടൺ ഫാബിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് നല്ല ബെഡ്ഷീറ്റ്സ് കിട്ടും അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം, അതാണൊരു ഇതുള്ളത്. ഇതും അതുപോലത്തെ തന്നെ ഇതേ ഇങ്ങനെ പ്രിൻ്റുള്ളൊരു ബെഡ്ഷീറ്റ്സ്. എൻ്റെ കയ്യിൽ കൂടുതൽ ഈ വൈറ്റിൽ ഷെയ്ഡുള്ളതൊക്കെ ആയിരിക്കും ഉണ്ടാവുക, എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടപ്പെടുകയും ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഓണം പർച്ചേസിങ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ഉച്ച കഴിയുമ്പോൾ ഒന്ന് പൂ മേടിക്കാൻ പോകണം. വാവച്ചി ഇത് പൂക്കളം ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ഇടണം. അതൊക്കെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ. പിന്നെ കറിക്കുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് കറിക്കുള്ളതെന്ന് പറഞ്ഞാൽ. എല്ലാ കറികളൊന്നും ഇല്ല കേട്ടോ, 3-4 കറികളാണ് ഞാൻ ചെയ്തുകൊണ്ട് വരാമെന്ന് അമ്മയോട് പറഞ്ഞത്. ബാക്കിയുള്ള കറികളെല്ലാം അവിടെ അമ്മ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, നോൺ വെജ് കാര്യങ്ങളെല്ലാം ചേട്ടനും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. സദ്യയിൽ പക്ഷെ നമ്മൾ നോൺ വെജ് വിളമ്പത്തൊന്നുമില്ല കേട്ടോ. ഇത് അന്നത്തെ ദിവസം വൈകുന്നേരത്തിനുള്ള കറികളാണ് നോൺ വെജൊക്കെ. ഞാൻ പറഞ്ഞത് എരിശ്ശേരിയും പൈനാപ്പിൾ പച്ചടിയും ക്യാബേജ് തോരനും പുളിയിഞ്ചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വേഗം അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വേഗം പൂ മേടിക്കാനായിട്ട് പോയി കേട്ടോ. ഡിസൈനൊക്കെ വരച്ച് ഹന്ന വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ അത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നോക്കിയിട്ട് പൂ മേടിക്കാം എന്നുള്ള ഒരു ഇതിലാട്ടോ പോയത്. പിന്നെ എപ്പോഴും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ടാണ്, ഒരു 1/2 കിലോ ഒക്കെ വെച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഫ്ലവർ തികയുമോ, അല്ലെങ്കിൽ ഇനി പിന്നെയും വരേണ്ടി വരില്ലേ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെയുള്ള ഒരു ഡെക്കറേഷൻ്റെ കാര്യങ്ങൾക്കും കൂടിയിട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇവിടെ തന്നെ വന്നിട്ടാട്ടോ ഞാൻ ഫ്ലവർ മേടിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നത്. ഇത് നമ്മൾ നോർത്ത് പാലം ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണാം കേട്ടോ. വലിയൊരു സ്റ്റോളാണ് ഇവരുടെ, ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഫ്ലവേഴ്സ് തന്നെ ഈ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂവിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, ഓരോ വർഷം ചെല്ലുന്തോറും നല്ല വില കൂടിയാണ് വരുന്നത്. പൂവൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ പൈനാപ്പിളൊക്കെ ഇച്ചിരി കുറവാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്നാൽ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ മേടിക്കാം എന്നുള്ള രീതിയിൽ ഒരു പൈനാപ്പിളും കൂടിയൊക്കെ എക്സ്ട്രാ മേടിച്ചു. പക്ഷെ അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. ഇത് ലുലുവിലൊന്നും പോകാൻ പറ്റാത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് വരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നമ്മുടെ ഈ കത്രിക്കടവ് പാലത്തിൻ്റെ പാലം കയറുന്നതിൻ്റെ മുമ്പ് ലെഫ്റ്റിലോട്ടുള്ളൊരു വഴിയിൽ, ഞങ്ങളുടെ വീട്ടിലോട്ട് ആ വഴിക്കും പോകാൻ പറ്റുമേ, അങ്ങനെ ആ ഭാഗത്ത് ഉള്ളൊരു ഷോപ്പാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് പെട്ടെന്ന് ലുലുവിൽ ഓടിപ്പോകാൻ പറ്റത്തൊന്നും ഇല്ലെങ്കിൽ ബ്ലൂബെറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. നല്ല നാടൻ തൈരും ഒക്കെ ഇവിടെ കിട്ടും, നല്ല പുളിയുള്ളതൊക്കെ. ഓക്കെ, അതെ. Okay. Yeah. അത് ഇവിടുന്ന് അങ്ങോട്ട് നീക്കണ്ടേ കുഞ്ഞെ, ഇവിടുന്ന് അങ്ങോട്ട്. ആ കോട്ടൺ ശരിക്കല്ല കിടക്കുന്നത്, ചില സ്ഥലത്ത് കൂടുതലും കുറവൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഈ പൂവിൻ്റെ ഡെക്കറേഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ നല്ലോണം ഓണത്തിൻ്റെ ഒരു ഫീല് വരും കേട്ടോ മൊത്തത്തിൽ. ഓക്കേ, പൂവ് റെഡിയാക്കാം നമുക്ക് കേട്ടോ. ഇതിൻ്റെ ഇവിടെയുള്ള ഇതുകളെല്ലാം അതെല്ലാം ഞാത്തി. ഇനി നമുക്ക് പൂവ് നമ്മളെല്ലാം 1 കിലോ വെച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്.
അപ്പോൾ നമ്മൾ പൂവെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കണം. നമ്മൾ പൂവിൻ്റെ ഡിസൈൻ നേരത്തെ തന്നെ ഹന്നനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരയ്ക്കാനായിട്ട്. മിക്കതും നമ്മൾ അകത്തായിരിക്കും പൂക്കളം ഇടുന്നത്. പുറത്തിപ്പം നല്ല മഴയല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്ത് ഒന്നാമതേ അവിടെ ലൈറ്റ് കുറവാണ് ഫ്രണ്ട് ഭാഗത്ത്. പിന്നെ മഴക്കാറും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അകത്തിടാം. അകത്താകുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, കുറച്ച് കട്ടിക്ക് ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് ഇത്രയും പൂ മേടിച്ചേക്കുന്നത്. എല്ലാം ഒരു 1 കിലോയൊക്കെ വെച്ചിട്ടാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. 1 കിലോ. പിന്നെ ഇത് മാത്രം കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്. വൈറ്റ് മാത്രം, വൈറ്റും യെല്ലോയും ഒരു 1.5 കിലോ മേടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു 1 കിലോ വെച്ചാണ് മേടിച്ചത്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം, എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഡിസൈനാക്കി ഇടണം. ഇതാണ് കേട്ടോ ഡിസൈൻ. ഇത് കണ്ടോ, ഇതിങ്ങനെ വരച്ചിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പെൻസിൽ വെച്ച് അവൾ വരച്ചേക്കുന്നത്. ഒരു 1-2 ബേക്കിംഗ് പേപ്പേഴ്സാണ്. അത് വരച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വരച്ചതാണ്. കാരണം ഇവിടെ ഇനി സ്റ്റെയിൻ ആയാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പുറത്തിടാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലെ ഡെക്കറേഷന് വേണ്ടിയിട്ടും ഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭരണിയിൽ വെക്കണം, പിന്നെ പറയിൽ വെക്കണം, അങ്ങനെ കുറച്ച് ഉരുളിയിൽ ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഉരുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്തില്ലേ, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇത് സ്പ്രെഡായി പോവുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മുകളിൽ വരെ നിറച്ചിട്ടുണ്ട് വെള്ളം. അപ്പം ഒന്ന് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല അല്ലേ? ഉണ്ടായിട്ടിടണം. പാച്ച ഇതിൻ്റെ അകത്ത് റെഡും കൂടി വെക്കണേ. അപ്പോൾ ദേ നമ്മളുടെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വന്നേ. ഇനി ഇതിൻ്റെ ഈ സ്റ്റിക്ക് നമുക്കിങ്ങനെ എടുക്കാം പയ്യെ. നല്ലോണം വെള്ളം നിറച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കണ്ടോ? വാ, അടിപൊളി. ഇഷ്ടപ്പെട്ടോടാ? നന്നായി. റോസും കൂടി ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. സെന്ററാ? ആ, സെന്റർ. ഓക്കേ, നല്ല ഐശ്വര്യമായിട്ടുണ്ട്. അപ്പ ഹായ് മൈ. ഹലോ. നല്ല കുട്ടികളായിട്ട് പൂ പറിച്ചോണം. കാണട്ടെ ഇതറിയാവോ എന്നുള്ളത്. വേണ്ട, അതിനി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കാം. ഇനി അടുത്തേത് പോവാ.
അപ്പോൾ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡെക്കറേഷൻ വരുന്നത് കേട്ടോ ഓണത്തിൻ്റെ. ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെക്കുന്ന കുറേ പൂക്കളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പൂക്കളം കാണിച്ചു തരാവേ ഞാൻ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ അകത്തിട്ടിരിക്കുന്ന പൂക്കളം. പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഈ മഴക്കാറും പിന്നെ ഞങ്ങൾ രാത്രിയല്ലേ ഇപ്പോൾ ഇട്ടത്, അപ്പോൾ അത് കാരണം കൊണ്ട് ഇരുട്ടായിരിക്കും, ഇങ്ങനെ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഡിമ്മായിട്ടിരിക്കും. അതുകൊണ്ട് അകത്തിട്ടത്. പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ പൂക്കൾ കേട്ടോ. ഞാൻ മേടിച്ച പൂവ് ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്കും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടാണല്ലോ മേടിച്ചത്. അതുകൊണ്ട് കുറേ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഓരോ കിലോ വെച്ച് മേടിച്ചത്. പക്ഷെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഞാൻ നാളെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകും. ഇതാണ് പിന്നെ നമ്മുടെ അടുത്തൊരു ഡെക്കറേഷനായിട്ട് വരുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഉരുളിക്കകത്ത് വെള്ളം നിറച്ചിട്ട് അതിങ്ങനെ വടി വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. പറയ്ക്കകത്ത് ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ ഡെക്കറേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ട മുമ്പേ കാണിച്ച് തന്നാണ് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വിളക്ക് കൊടുത്തു. ഈ വിളക്കൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഡെക്കറേഷനായിട്ട് വരുന്നത് കേട്ടോ. ഇത് മുഴുവനും നമ്മൾ കഴിഞ്ഞ വർഷം ബ്രോഡ്വേയിൽ പോയിട്ട് മേടിച്ചതാണ്. അത് ഇതുപോലെ ഞങ്ങൾ തൂക്കി. ഞാൻ പറഞ്ഞു ഇത് തൂക്കിയാൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തൂക്കുമ്പോൾ തന്നെ ശരിക്കും ഓണം വന്ന മാതിരത്തെ ഫീലിംഗ് ആണ് വീട്ടിൽ കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ ടേബിൾ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. നമ്മളുടെ ഇതുപോലെ ഒരു ഗോൾഡൻ മാറ്റ് ഇട്ടിട്ട് അതിലിതുപോലെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ലീഫിൻ്റെ പുറത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കുന്നത് പോലെയാണ് ചെയ്തത്. ഈ യെല്ലോ ഫ്ലവർ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് തന്നെ മേടിച്ചതാട്ടോ. നല്ല ഭംഗിയാണിത്. വൈറ്റും യെല്ലോയും കോമ്പിനേഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർ പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇത് ധാരാളം മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും വീട്ടിൽ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനാണെങ്കിലും നല്ല അടിപൊളി സാധനമാണ്. ഇവിടെ 2 ഭരണി കൊടുത്ത് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ലീഫ് ഇങ്ങനെ കിടത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡെക്കറേഷനാണ് കൊടുത്തത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതുപോലെ എന്താണ് പറയുക, ഇങ്ങനെ വീണ് കിടക്കുന്ന ഇതിൽ പൂക്കൾ വരുന്ന ടൈപ്പ് ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കിച്ചണിൻ്റെ ഈ പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ യെല്ലോ ഫ്ലവർ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതിലും ഇതുപോലെ തന്നെ ലീഫ് കിടന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ഫ്ലവർ ഇരിക്കുന്ന പോലെ ഒരു ഡെക്കറേഷനാണ് ചെയ്തത്. കിച്ചണിൽ വലിയ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ഫ്ലവർ കൊടുത്തു, ഇവിടെയും വെച്ചു. ഇത് ബാക്കി ഉണ്ടായിരുന്ന കേട്ടോ. ഇതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കുക്ക് ചെയ്യാനുണ്ട്, പിന്നെ എന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇനി നാളെ നേരം വെളുത്തിട്ട് കാണാവേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവലും പഴവും അടയും ഒക്കെയാണ് കേട്ടോ. ഇതാ താങ്ക് യു. പിന്നെ അതിൻ്റെ കൂടെ മുട്ടയുണ്ട് കേട്ടോ, പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് കൊണ്ടുപോകാനുള്ള കറികളെല്ലാം റെഡിയാക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, വാ. നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് പൈനാപ്പിൾ പച്ചടി, കാബേജ് തോരൻ, വറുത്തരിശ്ശേരി, പുളിയിഞ്ചി, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് ഒന്ന് ആറി. ഞാൻ രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ആറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കുക, ഇറങ്ങുക, അതേ ഉള്ളൂ പരിപാടി. അപ്പം ഇനി പോണ കഴിക്കുക. ഇതായിരുന്നു ഇതേ സദ്യക്ക് ഉണ്ടായിരുന്ന വട്ടങ്ങൾ കേട്ടോ. അച്ചാറ്, എരിശ്ശേരി, കാളൻ, പുളിയിഞ്ചി,
ഇത് ബീട്രൂട്ട് പച്ചടി, ഇത് വറുത്തരിശ്ശേരി, ഓലൻ, അവിയൽ, സാമ്പാർ, കാബേജ് തോരൻ, പൈനാപ്പിൾ കറി, പപ്പടം, പഴം, അടിയിലുണ്ട് ശർക്കര വരട്ടിയൊക്കെ. ഇതായിരുന്നു നമ്മുടെ സദ്യക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ദേ രസം, പായസം, ഇതൊക്കെയാണ് സദ്യക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഉഗ്രൻ സദ്യയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിൽ കറികൾ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ രാവിലെ തന്നെ കറികളെല്ലാം ചെയ്യാനായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സദ്യയിലെ കറികൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് കേടായി പോകും. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ സദ്യ കഴിച്ചു കഴിഞ്ഞുള്ള കളികളൊക്കെയാണ് കേട്ടോ. ചേട്ടനാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെമൺ ആൻഡ് സ്പൂൺ, പിന്നെ പഴം കൊണ്ടുവന്ന് നമ്മളുടെ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് അവരുടെ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. ഈ കലാപരിപാടികളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നിരുന്നത്. ഉരുണ്ട് പറഞ്ഞ് വീഴുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത് കേട്ടോ, ഈ കണ്ണ് കെട്ടിയുള്ള ഈ കളിയൊക്കെ ആയതുകൊണ്ടേ. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയുടെയും ഒക്കെ കൂടെ ഒരുപാട് നാൾ കൂടിയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. ഞാൻ മൊത്തം പോക്കായിരുന്നു കേട്ടോ. ആ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കണ്ടോ, അതിരിക്കുന്നത് ഒരു സൈഡിൽ, ഞാൻ നടക്കുന്നത് വേറെ ഏതോ സൈഡിലായിരുന്നു. എല്ലാവരും ചിരിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും ഇതിൽ കൂടുതൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താടേ? അപ്പോൾ ഒരുപാട് സന്തോഷം.